ഷാനവാസിനെതിരെ ആദില തിരിഞ്ഞതിനും ഒരു പരിധിവരെ ആദിലയ്ക്കൊപ്പം നൂറ നിൽക്കേണ്ടി വന്നതിനും എല്ലാം കാരണം റിയാസ് ആണെന്നുള്ളത് ഇന്ന് ഒറ്റ എപ്പിസോഡ് കൊണ്ട് തെളിഞ്ഞിരിക്കുകയാണ്. സി നോക്ക്, റിയാസ് എന്ന് പറയുന്ന ഒരാള് ഗെയിം ചേഞ്ചർ ആണ് കേട്ടോ. ഞാൻ അത് സമ്മതിച്ചിരിക്കുകയാണ്. അതായത് മര്യാദയ്ക്ക് കളിക്കുന്നവരുടെ ഗെയിമിനെ ചേഞ്ച് ആക്കുന്ന ആള്. ആദിലയുടെയും നൂറയുടെയും ഗെയിമിന്റെ കടക്കൽ കത്തി വെച്ചിട്ടാണെന്ന് റിയാസ് പോയത്. ഇന്ന് എപ്പിസോഡ് കണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ലൈവ് എന്തായാലും ഫോളോ ചെയ്യും. ലൈവിൽ എന്താണ് നടന്നതെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് മാക്സിമം ടൈം ഫോളോ ചെയ്യും. കാരണം 4:30 വരെ ഇവർ ഉറങ്ങിയിട്ടില്ല, ഷാനവാസും ആദിലയും നൂറയും. കാരണം ഇവർ ഭയങ്കര ബോണ്ട് ഉണ്ടായിരുന്ന ആൾക്കാരാണ്. ആദില പെട്ടെന്ന് കാല് മാറിയപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഷോക്കായിപ്പോയി. കാരണം ഷാനവാസ് ആക്ച്വലി ജെന്യുവിൻ ആയിട്ടാണ് ഇവരോട് നിന്നിട്ടുള്ളത്. ഇവരെ ഏതെങ്കിലും തരത്തിൽ പണി കൊടുക്കാനോ ഇവരെ കൂടെ നിന്ന് കാല് വാരാനോ ചതിക്കാനോ ഒന്നും ഷാനവാസ് നിന്നിട്ടില്ല. ഞാൻ ഷാനവാസിനെ ഒരുപാട് കാര്യങ്ങളിൽ വിമർശിച്ചിട്ടുള്ള ആളാണ്. പക്ഷെ ചില കാര്യങ്ങളിലുണ്ടല്ലോ പുള്ളി ഭയങ്കര ഡീസൻ്റ് ആണ്, എക്സ്ട്രാ ഡീസൻ്റ് ആണ്. ആദിലെ നൂറയുടെ അടുത്തും പുള്ളിക്കാരൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്താണ് സംഭവിച്ചതെന്ന്. അന്ന് വൃത്തികെട്ട കാർഡ് എടുക്കരുതെന്ന് ആദില പറഞ്ഞല്ലോ. ആ സമയത്ത് നെവിൻ ഭയങ്കര സീനാക്കിയത്, അതായത് എന്ത് വൃത്തികെട്ട കാർഡെന്നൊക്കെ പറഞ്ഞിട്ട് സീനാക്കി. ഇന്ന് ഷാനവാസ് പറയുന്നുണ്ട്, അതായത് നിങ്ങൾ വന്ന് എൻ്റെ അടുത്ത് ഇത് പറയട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞോളാം, നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ നൂറ ചോദിച്ചു, അത് ഇക്കയ്ക്ക് താല്പര്യമില്ലായിരുന്നുവെങ്കിൽ പറയണ്ടായിരുന്നല്ലോ. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട്, നിങ്ങളിത് ചോദിക്കുന്നത് വരെ ഞാനിത് പബ്ലിക്കിൽ എടുത്തിട്ടിട്ട് അവൻ്റെ ഇമേജ് ഡാമേജ് ആക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടും ഞാൻ പറയാതിരുന്നത്. ഈ മോശം അനുഭവം എന്ന് ചിലപ്പോൾ ഷാനവാസ് ഉദ്ദേശിക്കുന്നത് പുള്ളിയുടെ അടുത്ത് വന്ന് കെട്ടിപ്പിടിക്കുന്നതും അങ്ങനെ അടുത്തിരിക്കുന്നതും ഒക്കെ ആയിരിക്കാം കേട്ടോ. അതെനിക്കറിയില്ല. നെവിൻ അങ്ങനെ എന്താണ് മോശമായിട്ട് ചെയ്തതെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് ഞാൻ കാണാത്തതും അറിയാത്തതുമായിട്ടുള്ള ഒരു കാര്യത്തിൽ ഞാൻ ഒരിക്കലും പറയുന്ന ഒരാളല്ല. പക്ഷേ ഇവിടെ നെവിൻ മറ്റുള്ളവരുടെ അടുത്ത് ഭയങ്കര ക്ലോസ് ആയിട്ട് പെരുമാറുന്നത് നമ്മളെല്ലാവരും കാണുന്നതാണ്. ചിലപ്പോൾ അത് ഷാനവാസിന് ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നിക്കാണും. എന്തായാലും പുള്ളി അത് ഇതുവരെയും പുള്ളിക്ക് വേണ്ടിയിട്ട് എവിടെയും പറഞ്ഞിട്ടില്ല എന്നുള്ളത് സത്യമാണ്. അപ്പം നൂറ ചോദിച്ചു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ, പറയണ്ട എന്ന്. അപ്പോൾ ഷാനവാസ് ചോദിച്ചു, ശരി, ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളോട് പറയാൻ നിങ്ങൾ ചോദിച്ചപ്പോൾ കൺസെന്റ് നിങ്ങൾക്ക് തന്നത്, പറഞ്ഞോളാനായിട്ട് പറഞ്ഞത് എന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്. അവിടെയാണ് ഇതിനകത്ത് ഷാനവാസ് ജെന്യുവിൻ ആണെന്ന് എനിക്ക് കൂടുതലും തോന്നിയൊരു കാര്യം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാനവാസ് പറഞ്ഞത്, ഈ അന്നത്തെ ഇഷ്യൂ നടന്നതിന് ശേഷം നെവിൻ ഉണ്ടല്ലോ, നെവിൻ ക്യാമറയിൽ പോയിട്ട് ഈ കാര്യം പറയുന്നുണ്ട്. അത് ഞാൻ കണ്ടു. അതായത് എന്ത് വൃത്തികെട്ട കാർഡാണ് അവളുമാര് എന്നെ കുറിച്ച് പറഞ്ഞത് എന്ന് എനിക്ക് അറിയണം ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞിട്ട് നെവിൻ ക്യാമറയിൽ പോയി പറയുന്നുണ്ടായിരുന്നു. അത് സത്യമാണ്. അപ്പോൾ ഇവിടെ ഷാനവാസ് ഇത് കണ്ടു. അതിനുശേഷം അക്ബറിന്റെ അടുത്തും നെവിൻ ഇത് പോയി പറയുന്നതും ഷാനവാസ് കണ്ടു. അപ്പോൾ ഷാനവാസിന് മനസ്സിലായി ഇവര് ലോക്ക്ഡ് ആണെന്ന്. ഷാനവാസ് പറയുന്നുണ്ട്, അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾ ലോക്ക്ഡ് ആണെന്ന്. അതുകൊണ്ടാണ് നിങ്ങൾ വന്ന് ഇത് പറയട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞോളാൻ പറഞ്ഞത്. ഇതുവരെ ഞാൻ ഇത് എവിടെയും പറയാത്ത കാര്യമായിരുന്നു. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞോളാൻ പറഞ്ഞത്. അതിന് നിങ്ങളെ സപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിലാണ് ഇവിടെയുള്ള എല്ലാവരും ഇപ്പോൾ എൻ്റെ തലയിൽ കയറുന്നത്. അപ്പോൾ ആ നിങ്ങൾ തന്നെ എനിക്കെതിരെ തിരിഞ്ഞപ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റിയില്ല. സത്യമല്ലേ? ആദിലെ കട്ടപ്പയെന്ന് പിന്നെ ചുമ്മയാണോ വിളിച്ചത്? ആദിലെന്ന് പറയുന്നത് ഇങ്ങോട്ട് വിളിച്ചാൽ ഇങ്ങോട്ട് വരും, വേറൊരാൾ അങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകും. നിലപാടിന്റെ ഈ കാര്യത്തിൽ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് എനിക്ക് തോന്നിയത് നൂറയാണ്. മാത്രമല്ല ഷാനവാസുമായിട്ടുള്ള ആ ഒരു സൗഹൃദത്തിൽ നൂറയ്ക്ക് കുറച്ചും കൂടി ഒരു അടുപ്പമുള്ളതായിട്ട് എനിക്ക് തോന്നി. കാരണം ഇന്നത്തെ എപ്പിസോഡിൽ തന്നെ ഈ പാത്രം കഴുകുന്നിടത്ത് ഷാനവാസിന്റെ അടുത്ത് നൂറ പോയപ്പോൾ ഷാനവാസ് എന്തോ കഴിച്ചോന്നോ എന്തോ ചോദിച്ചപ്പോൾ നൂറ ഒന്നും പറഞ്ഞില്ല. എന്നിട്ട് അവിടെ നിന്ന് മാറി സോഫയിൽ അവിടെ പോയിരുന്ന് കരയുന്നൊക്കെ ഉണ്ടായിരുന്നു. സോ കുറച്ചും കൂടെ ജെന്യുവിൻ ആയിട്ടാണ് ഷാനവാസുമായിട്ടുള്ള റിലേഷനിൽ നൂറ നിൽക്കുന്നത്. ആദിലയുടെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദില കൺഫ്യൂസ്ഡ് ആണ്, ഒരു നിലപാടിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നില്ല. ഇപ്പൊ റിയാസ് വന്നിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ആദില എന്ത് ചെയ്തു, നേരെ തിരിഞ്ഞിട്ട് റിയാസ് പറയുന്നതാണ് ശരിയെന്ന് പറഞ്ഞ് നെവിന്റെ കൂടെ കൂടി. എന്നാൽ പിന്നീട് ഇന്നിപ്പോ ഷാനവാസ് അത് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തപ്പോൾ ഷാനവാസ് പറയുന്നതാണ് ശരിയെന്ന് ആദില സമ്മതിക്കുന്നുണ്ട്, കരയുന്നു നോക്കിയുണ്ട്. സോ ആദില ഇനി നാളെ ചിലപ്പോൾ വേറൊരാൾ വേറൊരു വെർഷൻ പറഞ്ഞു കഴിഞ്ഞാൽ മാറാം. വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്നിട്ട് വേറെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആദില മാറാം. ഇതാണ് ആദിലയുടെ ഒരു കുഴപ്പം. ആദിലയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു നിലപാടില്ല. നൂറ ഈ കാര്യത്തിൽ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് നിലപാടുള്ള ആളുമാണ്. സോ ഇതാണ് ഈ ഒരു വിഷയത്തിൽ നിന്ന് സംഭവിച്ചിരിക്കുന്നത്. ഷാനവാസിന്റെ കേസിൽ ഷാനവാസ് ആദിലയുടെ അടുത്ത് നൂറയുടെ അടുത്തൊക്കെ ഭയങ്കര ജെന്യുവിൻ ആയിട്ടാണ് നിൽക്കുന്നത്. പുള്ളി ഗെയിം കളിക്കുന്നുണ്ട് അവിടെ. പുള്ളി നല്ല ഒന്നാന്തരം ഗെയിമറാണ്. ഒരു പക്ഷേ നല്ലപോലെ ആൾക്കാരുടെ ഇടയിൽ നിന്ന് കളിക്കാൻ പറ്റുന്ന ആളൊക്കെയാണ്. പക്ഷേ ഇവരുടെ അടുത്ത് ആദിലയുടെ നൂറയുടെ അടുത്ത് ഭയങ്കര ഫ്രണ്ട്ലി ആണ് ആള്. ഭയങ്കര പെങ്ങളെ പോലെയോ മകളെ പോലെയോ ഒക്കെ അവരെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആളാണ്. സോ അത് തുടക്കം തൊട്ടേ ഷാനവാസ് ഒരു കൺസിഡറേഷൻ അവർക്ക് കൊടുത്തിട്ടുണ്ട് എപ്പോഴും. അവര് ഷാനവാസിനെതിരെ തിരിഞ്ഞപ്പോൾ പുള്ളി സ്വാഭാവികമായിട്ട് തകർന്നു. ഒന്ന് ആലോചിച്ച് നോക്ക്, ഇവർക്കൊരു പ്രശ്നം വന്നപ്പോൾ
ആദിലയ്ക്കും നൂറയ്ക്കും, പ്രത്യേകിച്ച് ആദിലയ്ക്ക് ഒരു പ്രശ്നം വന്നു. ആദിലയാണ് പറഞ്ഞത് ഇതിനേക്കാൾ വൃത്തികെട്ട കാർഡ് നീ എടുക്കുന്നു എന്ന് പറഞ്ഞത് ആദിലയാണ്. അപ്പോൾ ഇത് വലിയ സീനാക്കിയിട്ട് നെവിൻ മാറ്റുന്നു എന്ന് കണ്ടു. ആ സമയത്ത് ആദില വന്ന് ചോദിച്ചപ്പോഴാണ് ഷാനവാസ് എന്ത് ചെയ്യുന്നത്, സമ്മതിക്കുന്നത്. ഓക്കെ, നീ പറഞ്ഞോ, ഞാൻ കൂടെ നിൽക്കാം, നിങ്ങളുടെ കൂടെ ഞാൻ നിൽക്കാം എന്ന് പറയുന്നത്. സോ അപ്പോൾ അങ്ങനെ ചെയ്തൊരു മനുഷ്യൻ സ്വാഭാവികമായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കുക, അയാൾക്കെതിരെ പെട്ടെന്ന് ആദിലയും നൂറയും തിരിയുമ്പോൾ അയാൾക്ക് എത്ര വിഷമായി കാണും. ഷാനവാസ് ശരിക്കും തകർന്നുപോയി. അങ്ങനെയാണ് ഷാനവാസ് യക്ഷിയെന്നും മറ്റെന്നും മറിച്ചെന്നൊക്കെ വിളിച്ചത്, കുത്തിത്തിരിപ്പെന്നും. കാരണം പുള്ളിക്ക് അത്രയും ഹേർട്ടായി. ഇനി എന്തിനായിരിക്കും നൂറ കരഞ്ഞത്? എന്തിനായിരിക്കും ആദിലയും നൂറയും ഷാനവാസുമായിട്ട് കോംപ്രമൈസിന് തയ്യാറായത്? കാരണം അവരുടെ മനസ്സിൽ ഗിൽറ്റി ഫീൽ ചെയ്തിട്ടുണ്ട്, അവരുടെ മനസ്സിൽ വിഷമമുണ്ട്. പ്രത്യേകിച്ച് നൂറയ്ക്ക് അറിയാം. കാരണം നൂറയ്ക്ക് അറിയാം ഷാനവാസ് ഇക്കാര്യത്തിൽ ഇന്നസെന്റ് ആണ് എന്ന്. ഷാനവാസിന് ഒരു മോശം എക്സ്പീരിയൻസ് ഉണ്ടായെന്ന് ഷാനവാസ് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഷാനവാസിന്റെ മാത്രം കാര്യമാണ്, പുള്ളി മാത്രം അനുഭവിച്ച കാര്യമാണ്. ഞാൻ വീണ്ടും പറയുന്നു, മോശം എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരാൾ കയറി പിടിച്ച് ഉമ്മ വെച്ചതോ, അല്ലെങ്കിൽ അനുമോള് പണ്ട് പറഞ്ഞ പോലെ ഉമ്മ വെച്ചതോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യങ്ങളോ ആകണമെന്നില്ല. ഇപ്പോൾ ഒരാൾ നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമ്മൾ അടുത്ത് വന്ന് കഴുത്തിൽ കൂടെ കൈയിട്ടിരുന്നു എന്ന് കരുതുക, നമുക്കത് ചിലപ്പോൾ കംഫർട്ടബിൾ ആയിട്ട് തോന്നില്ല. അത്രയേ ഉള്ളൂ കാര്യം. അത് ഇപ്പോൾ ഒന്നിച്ച് ബെഡ് ഷെയർ ചെയ്തിരുന്ന ആൾക്കാരാണ്. ചിലപ്പോൾ അദ്ദേഹത്തിന് അത് ഇദ്ദേഹം ഈ നെവിൻ അടുത്ത് കിടന്നപ്പോൾ അത് കംഫർട്ടബിൾ ആയിട്ട് തോന്നില്ല. അതിനർത്ഥം നെവിൻ മോശക്കാരനായിട്ടുള്ള ഒരാളാണെന്നൊന്നും അല്ല. ഇനി അതല്ല എങ്കിൽ ഷാനവാസിന് എന്താണ് സംഭവിച്ചതെന്ന് പ്രോപ്പറായി ഷാനവാസ് അത് എക്സ്പ്ലെയിൻ ചെയ്യുകയും അത് ശരിയാണെന്ന് നമുക്ക് ബോധ്യപ്പെടുകയും വേണം. അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം രണ്ടുപേരുടെ ഇടയിൽ നടന്ന കാര്യങ്ങൾ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്കൊരു ന്യൂട്രൽ സ്റ്റാൻഡ് മാത്രമേ എടുക്കാൻ പറ്റൂ. ഷാനവാസിന് ചിലപ്പോൾ ഇദ്ദേഹത്തിന്റെ പെരുമാറ്റം അൺകംഫർട്ടബിളായി തോന്നിക്കാണും. അതാണ് അദ്ദേഹം ഈ പറയുന്നത്. ഒരാൾക്ക് അങ്ങനെ തോന്നിയാൽ അത് തോന്നിയത് തന്നെയാണ്. അതിപ്പോൾ ഒരു സ്ത്രീക്കായാലും പുരുഷനായാലും അതിൽ വ്യത്യാസമൊന്നുമില്ല. ഇപ്പോൾ ഒരു സ്ത്രീ പറയാണ്, ഇവൻ എന്നെ തൊട്ടത് എനിക്കെന്തോ മോശമായി തോന്നി എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞത് തന്നെയാണ്. മനസ്സിലായില്ലേ? അത് ഒണിയിൽ വീഴാൻ പോയപ്പോൾ കയറി പിടിച്ച കഥയുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം ഇവർ ഒന്നിച്ച് ബെഡ് ഷെയർ ചെയ്ത ആൾക്കാരാണ്. ഷാനവാസ് പല സമയങ്ങളിലും ഈ നെവിന്റെ പെരുമാറ്റത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് പറഞ്ഞിട്ടുള്ള ആളാണ്. ഷാനവാസ് മാത്രമല്ല, അവിടെ പലരും പറഞ്ഞിട്ടുള്ളതാണ്. ആ നിലയ്ക്ക് പുള്ളി അങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ അത് പുള്ളിയുടെ തീർച്ചയായിട്ടും അഭിപ്രായമാണ് അങ്ങനെ പറയുന്നത്. പുള്ളിയുടെ സ്വാതന്ത്ര്യമാണ് പുള്ളി ഫേസ് ചെയ്തൊരു കാര്യം പറയാവുന്നത്. ഷാനവാസ് അത് നോമിനേഷനിലേക്ക് ഇത്രയും കാലം കൊണ്ടുവന്നിട്ടില്ല. ഇത്തവണ ഷാനവാസ് അത് എടുക്കാൻ കാരണം ആദില ഒരു പ്രശ്നത്തിൽ പെട്ടു എന്നതുകൊണ്ടാണ്. സത്യത്തിൽ ആദിലയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഷാനവാസ് പോയതാണ്. കാരണം പുള്ളി നോക്കുമ്പോൾ പുള്ളിയുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണ്, പുള്ളിക്ക് ആദ്യമേ തന്നെ സൗഹൃദമുള്ള ആളാണ്. സോ ഓക്കെ, അവർക്കൊരു പ്രശ്നം വന്നു, അവർ ഈ വിഷയം എടുത്ത് പറഞ്ഞോട്ടെ എന്ന് ചോദിക്കുന്നു. പ്രവീണിനും വേറെ പലർക്കും അവിടെ ഈ പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നു. അപ്പോൾ ഷാനവാസ് അവരെ ഹെൽപ്പ് ചെയ്തു. ആ ആദില കയറി തിരിയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് പിന്നീട് പോയിരുന്ന് വിഷമിച്ചതുകൊണ്ടോ കരഞ്ഞതുകൊണ്ടോ കാര്യമുണ്ടോ? ആക്ച്വലി ആദില ട്രാപ്പിൽ പെട്ടതാണെന്നുള്ളത് ആ ഒരു കോൺവെർസേഷൻ പിന്നീട് ഇന്ന് നടന്ന ഓരോ കാര്യങ്ങളിലും നോക്കുമ്പോൾ നമുക്കറിയാം. നൂറ എന്തിനാണ് ബെഡ്റൂമിൽ പോയിരുന്ന് കരഞ്ഞത്? കാരണം നൂറയ്ക്കും വിഷമമുണ്ട് ഷാനവാസിന്റെ വിഷയത്തിൽ ഇങ്ങനെ പെരുമാറിയതിൽ. ഷാനവാസ് പറഞ്ഞ ചില വാക്കുകൾ അവർക്ക് നല്ലപോലെ കൊണ്ടിട്ടുണ്ട്. കാരണം ഷാനവാസ് അത് വളരെ ജെന്യൂൻ ആയിട്ടാണ് പറഞ്ഞത്. ഈ വേലിയിലിരിക്കുന്ന പാമ്പിനെ എടുത്ത് തോളിലിട്ട അവസ്ഥയാണ് ഈ വിഷയത്തിൽ ഇവരെ സഹായിക്കാൻ പോയിട്ട് ഷാനവാസിന് പറ്റിയത്. ഞാൻ വീണ്ടും പറയുന്നു, അടിപൊളി ഗെയിമറൊക്കെയാണ് നൂറ ഒരു ജെന്യൂൻ പേഴ്സണായിട്ട് തോന്നിയിട്ടുണ്ട്, നല്ലൊരു ഗെയിമറാണ്. ആദില ഒരു മികച്ച ഗെയിമറാണെന്ന് ഇന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള നിലപാട് ആദിലയ്ക്കില്ല. ആദില മറ്റുള്ളവരുടെ വാക്കുകളിൽ പെട്ടെന്ന് ഇൻഫ്ലുവൻസ്ഡ് ആവുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ആദില ഒരു സ്ട്രോങ് ഗെയിമർ ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ആദില ഒരു മോശം വ്യക്തിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഈ ഒരു വിഷയത്തിൽ നമ്മളൊരു നിലപാട് എടുത്തു കഴിഞ്ഞാൽ ആ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ പഠിക്കണം. അത് പണ്ട് അനുമോളുടെ കേസിൽ കാലുവാരിയ സംഭവം ഉണ്ട് ആദില. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ഷാനവാസിന്റെ വിഷയത്തിലേക്ക് വന്നിരിക്കുന്നത്. ഇന്നിപ്പോൾ 4-4:30 മണി വരെ ഉറങ്ങാതിരുന്ന് അവർ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഈ വിഷയം രണ്ടു കൂട്ടരുടെ മനസ്സിൽ അത്രയും വലിയ മുറിവേൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബന്ധങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ കൂടെ നിൽക്കുന്നവരെ ഒരു പ്രശ്നം വരുമ്പോൾ കാലുവാരരുത്, നമ്മൾ അവരെ ഒറ്റക്കിട്ട് മുങ്ങരുത്, കൂടെ നിൽക്കണം. അതാണ് ആദ്യം ആദില മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ആ കാര്യത്തിൽ ആദില വളരെ വീക്കാണ്. എന്തായാലും ഇപ്പോൾ നിലവിൽ അവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് തീർത്തിരിക്കുകയാണ്. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം.